എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സിമ്പിൾ ആയിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ്. നല്ല ക്രിസ്പിയാണ് കഴിക്കാനായിട്ട്, അതുപോലെ സോസിനോടൊപ്പം സെർവ് ചെയ്യാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കൊടുക്കാനും പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് കൂടിയാണ്. അപ്പൊ നോക്കിയാലോ എങ്ങനെയാണ് ഈ ഒരു സിമ്പിൾ പലഹാരം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് ചായപ്പലഹാരം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്ക് ഈ പാനിലേക്ക് 2 കപ്പ് അളവില് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിന്ന് 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളിപ്പോ ഏത് പാത്രത്തിലാണോ റവ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 സ്പൂൺ അളവില് മുളക് പൊടി ചേർക്കാം, 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കാം, റവയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ അളവില് കുരുമുളക് പൊടിയാണ്. ഇനി അല്പം ഓയിൽ കൂടെ ഒഴിച്ചു കൊടുത്ത് വെള്ളം ഒന്ന് തിളക്കാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം ഇപ്പോൾ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അളവില് റവ കൂടെ ചേർക്കാം. റവ ചേർക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്ത് തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി റവ നല്ലതുപോലെ ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി റവയിലെ വെള്ളമെല്ലാം വറ്റി ഒന്ന് ഡ്രൈ ആയി വരണം. അതുവരെ നമുക്ക് ഒന്ന് ഇളക്കി വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ റവ നല്ലതുപോലെ വെന്ത് നല്ല വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ റവ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. റവ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി റവയുടെ ചൂടൊന്ന് ആറി വരട്ടെ. അതിനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ റവ പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ റവയിലേക്ക് 2 ഉരുളക്കിഴങ്ങ് ഉടുങ്ങി പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതുകൂടി നമുക്കിതിലേക്ക് ചേർക്കാം. കൂടെ തന്നെ ഒരു സവാള പൊടിയായി കട്ട് ചെയ്ത് ചേർക്കാം. സവാള ചേർത്ത് കഴിഞ്ഞാൽ എരിവിനായിട്ട് ഒരു 3 പച്ചമുളക് ചേർക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തിട്ട് ചേർക്കാം. കുറച്ച് മല്ലിയില കൂടെ ചേർക്കണം. 1 ടീസ്പൂൺ അളവിൽ ചതച്ച മുളക് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ കൂട്ട് ഒന്ന് നന്നായിട്ട് തന്നെ കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ചേർക്കണം. അങ്ങനെ നമ്മുടെ മാവ് ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ചപ്പാത്തി പരത്തുന്ന ഒരു ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ നിങ്ങൾ എന്തിൽ വെച്ചിട്ടാണോ പരത്തിയെടുക്കുന്നത് അതിലേക്ക് ഈ ഒരു കൂട്ടിനെ ഒന്ന് മാറ്റാം. ഞാൻ ഈ കൂട്ടിനെ ചപ്പാത്തി പരത്തുന്ന ആ ഒരു ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ കനത്തിൽ വേണം നമുക്ക് പരത്തിയെടുക്കാനായിട്ട്. കയ്യിലൊട്ടിപ്പിടിക്കുവാണെങ്കിൽ ഒന്ന് കൈവെള്ളം നനച്ചതിന് ശേഷം പരത്തിയെടുക്കാം. ഇനി എല്ലാ ഭാഗവും ഒരേ ലെവല് കിട്ടാനായിട്ട് ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് നമുക്കൊന്ന് ടേപ്പാക്കി എടുക്കാം. ഈ ഒരു രീതിയിലേക്ക് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഓരോന്നും എണ്ണയിലേക്ക് പെറുക്കിയിട്ട് കൊടുത്ത് തന്നെ നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. പലഹാരം ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്ക് പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ പിന്നെ നമുക്ക് ഓരോന്നും എണ്ണയിലേക്ക് പെറുക്കിയിട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പീസുകൾ എണ്ണയിലേക്ക് എടുത്തിടുമ്പോൾ പൊട്ടിയൊന്നും പോകുന്നില്ല. ഇപ്പോൾ താഴെ ഭാഗം നന്നായിട്ട് തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് മറിച്ചിട്ട് കൊടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതും വളരെ എളുപ്പത്തിലാണ് നമുക്കിത് മുരിഞ്ഞ് കിട്ടുന്നതും. 2 ഭാഗവും നല്ലതുപോലെ മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ആദ്യത്തേത് എണ്ണയിലേക്ക് വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണയ്ക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ മുരിഞ്ഞു പോവാൻ സാധ്യത കൂടുതലാണ്. അതിനുശേഷം അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ മുരിയിച്ചെടുക്കാം. അതുപോലെ പരത്തിയെടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുവാണെങ്കിൽ കോൺഫ്ലോർ ചേർത്ത് വേണം നമുക്ക് പരത്തിയെടുക്കാനായിട്ട്. അങ്ങനെ രണ്ടാമത് ഞാനിവിടെ മുരിക്കാനായിട്ട് എണ്ണയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് മുരിഞ്ഞു വരുമ്പോഴേക്ക് നമുക്ക് കോരി മാറ്റാം. അങ്ങനെ രണ്ടാമത്തെ പലഹാരവും ഇവിടെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതും മറിച്ചിട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ. സോസൊക്കെ മുക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അങ്ങനെ രണ്ടാമത്തെ പലഹാരവും നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്താൽ നമുക്ക് ഈ പലഹാരം കോരി മാറ്റാം. രണ്ടാമത്തെ പലഹാരവും എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇതും നമുക്ക് അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ പലഹാരവും ഞാനിവിടെ നല്ലതുപോലെ മുരിയിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കാനും കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരമാണ്. എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.